എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 19ാമത്തെ ബൈബിൾ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. 2024 സെപ്റ്റംബർ മാസം, ഈ വർഷത്തിന് 9ാം മാസത്തിന്റെ പ്രാരംഭ തിങ്കളാഴ്ചയിൽ ദൈവദാസേക്ക് വിഷയസംബന്ധമായ പഠനത്തിനായി കുടിയൊരുവാൻ കഥ നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്ന കഥാനെ മഹത്വപ്പെടുത്തുന്നു. 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്ന. തുടർന്ന് അതിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഈ തുടർന്നുള്ള സമയത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ട്. യേശു യെരൂശലേമിലേക്ക് പോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗലീലയിൽ നിന്ന് വീണ്ടും യേശു ഈ യെരൂശലേമിലേക്ക് പോകുമ്പോൾ അതൊരു ഉത്സവമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 6 അത്ഭുതങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ 3ാമത്തെ അടയാളം അല്ലെങ്കിൽ അത്ഭുതമാണ് ഈ പക്ഷപാതക്കാരായിരിക്കുന്ന രോഗിയെ സൗഖ്യമാക്കുന്നത്. 1ാമത് ചെയ്തത് കാനാവിലെ കല്യാണം, 2ാമത് ചെയ്തത് കബർദഹൂമിലെ രാജഭൃത്തിന്റെ മകന്റെ സൗഖ്യം അവനെ വിടുവിച്ചത്, 3ാമതായി ചെയ്തതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 6 അത്ഭുതങ്ങളിലെ 3ാമത്തെ അത്ഭുതമാണ് ബേത്സയിദ എന്ന കുളക്കരയിൽ കിടന്ന 38 വർഷമുള്ള രോഗം പിടിച്ചവനെ സൗഖ്യമാക്കിയത്. ഇന്ന് രാത്രി ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ നമ്മൾ ഇതിന്റെ പശ്ചാത്തലം ചിന്തിച്ചിരുന്നു. എന്നാൽ ഈ 38 വർഷവും അദ്ദേഹം അവിടെ കിടന്നിരുന്നു എന്നൊന്നും അല്ല അവിടെ രേഖപ്പെടുക. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. 38 വർഷം അവൻ രോഗിയായിരുന്നു. തന്നെ എന്ന് മുതലാണ് അവിടെ കിടന്നിരുന്നുള്ളതിന്റെ വ്യക്തതയില്ല. എന്നാൽ അവനവിടെ അതുമായിട്ടൊരു ആരോഗ്യമായിട്ടുള്ള ബന്ധം 38 വർഷമായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കുളത്തിന്റെ പ്രത്യേകത അതൊരിക്കലും ദൈവത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കുളം കലക്കി രോഗിയെ ഇറക്കി സൗഖ്യമാക്കുന്ന ഒരു സമ്പ്രദായം അതിനു മുമ്പൊന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഇതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങള് പിന്നീട് എഴുതി ചേർത്തതാണ് എന്നുള്ള ഒരു ചിന്ത കൂടി ഇതിന്റെ അകത്തുണ്ട്. അതിന്റെ യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല എന്നുള്ള ആ ചിന്ത, അത് പറഞ്ഞതനുസരിച്ച് കുളത്തിൽ ഇങ്ങനെ ഇറങ്ങി ദൂതിനിറങ്ങി കലക്കും. അപ്പോൾ ഇറങ്ങുന്നയാളാണ് സൗഖ്യം പ്രാപിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ കഥാവിന്റെ സമയത്ത് അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉടലെടുത്തിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ 5 മണ്ഡപങ്ങളിലും അവിടെ രോഗികൾ ധാരാളമായി തമ്പടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കൂടെ ഒരു അത്ഭുതം ഇവിടെ നടക്കുന്നുണ്ട്. അത് അതിന്റെ പിമ്പിൽ എന്താണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി. എന്നാൽ അത് ദൈവികമായിരിക്കുന്ന ഒരു ദേശമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കർത്താവിനെ അവിടെ വിലക്കാതിരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും മനുഷ്യൻ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ഏത് കഷ്ടപ്പാടും സഹിച്ച് എത്രമാത്രം വേണമെങ്കിലും കിടക്കാൻ മനുഷ്യൻ തയ്യാറാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച് വേഗത്തിലുള്ള ഒരു നിത്യജീവനെ കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ ഇത്രയൊന്നും കഷ്ടമൊന്നും ആരും സഹിക്കത്തേയില്ല. നമ്മൾ നോക്കുക, ഈ 38 വർഷവും ഇവൻ ഇവിടെ കിടക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലുള്ള ഒരു വിഷയമാണ്. സൈതത്തോട് കിടക്കാൻ അവർക്ക് കഴിയാതെ 38 വർഷം അവിടെ കാത്തു കിടക്കേണ്ടി വന്നു. പിന്നീടാണ് ദൈവം കരുണ തോന്നി അവരെ വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിന് കരുണ തോന്നിയത്. അപ്പോൾ യഹൂദന്റെ ഒരു ചിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാകുന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ കർത്താവ് അവിടെ കാണിച്ചിട്ട് അത് യഹൂദനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുക. ഞാനിവിടെ ദൈവനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്
എത്ര കഷ്ടം സഹിച്ചും മനുഷ്യൻ ഈകലോക ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി കാത്തുകെട്ടി കിടക്കാൻ തയ്യാറാണ്. അതിന്റെ 5-ാം അധ്യായം 40-ാം വാക്യം പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾക്ക് മനസ്സില്ല. ഇങ്ങനെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്ന നിത്യജീവൻ, അല്ലെങ്കിൽ ഇന്നും ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ നിത്യജീവൻ എന്നുള്ളത് ആർക്കും വേണ്ട. അതിന് ഇത്രയും കഷ്ടതയൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇഹലോക ജീവിതത്തിന് വേണ്ടിയുള്ള, ഇഹലോക ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഒരു മുടന്ത് മാറുവാൻ, കുഷ്ഠരോഗം മാറുവാൻ, ക്ഷയരോഗം മാറുവാൻ, അല്ലെ ഈ ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടും എത്ര രാത്രിയിലും പകലും വേണമെങ്കിലും വെയിലും മഞ്ഞും കൊണ്ട് കഷ്ടപ്പെട്ട് കിടക്കാൻ സാധിക്കും. ഞാന് ഇന്നത്തെ ലോകത്തിന്റെ ദൃശ്യം നമ്മൾ നോക്കുമ്പോൾ, തീർത്ഥാടന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു വിടുതലിന് വേണ്ടിയാണ് മനുഷ്യൻ എത്രമാത്രം അവന്റെ ജീവിതത്തിന്റെ സമയത്തെ ചെലവഴിച്ചുകൊണ്ട് കാത്തു കിടക്കുന്നത്. വെള്ളം കലങ്ങുന്നത് കാണുമ്പോൾ ഒന്ന് ഇറങ്ങി, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സൗഖ്യമായി. അത് കാണിക്കുന്നത് ഈ സൗഖ്യമായിട്ട് എത്ര നാൾ ജീവിക്കും? കൂടി വന്നാൽ 70, 80 അല്ല 100 വർഷം. പക്ഷെ എങ്കിലും കാത്തുകെട്ടി കിടക്കുക ഒരു വിടുതലിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ഈ ലോക ജീവിതത്തിന് വേണ്ടി. അതാ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാൻ മനസ്സില്ല. നിത്യജീവൻ നൽകുന്ന, നിത്യാരോഗ്യം നൽകുന്ന, നിത്യസൗഖ്യം നൽകുന്ന, പാപത്തിന് മോചനം കൊടുക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് വരാതിരിക്കുന്ന ഒരു സമയത്ത് യേശു അതിന് തെളിവായി ഇവിടെ ഇത് വെളിപ്പെടുത്തി കാണിക്കുകയാണ്. അതുകൊണ്ടാണ് അവനെ കണ്ടപ്പോൾ യേശുവിനോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചത്. ആട്ടുവാതിൽ എന്ന് പറയുമ്പോൾ ആടുകളെ കൊണ്ടുവന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ഇടയന്മാരൊക്കെ വിശ്രമിച്ച്, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്കാർ അവിടെ അതിനെ നിർത്തി വെള്ളം കുടിപ്പിച്ച് അതിനെ യാഗത്തിന് വേണ്ടി കൊണ്ടുവന്ന ആടുകൾ എന്നുള്ള രീതിയിലാണ് അവിടെ ആട്ടുവാതിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആട്ടുവാതിൽ. അപ്പോൾ ആടുകളുടെ യഥാർത്ഥ ഇടയനായിരിക്കുന്ന ക്രിസ്തു വന്നപ്പോൾ അവൻ ആ വാതിലിൽ വന്നത് ചിന്നിച്ചെതിരി വിഷമിച്ച് വേദനപ്പെട്ട് കിടക്കുന്ന മനുഷ്യവംശത്തിന് വിടുതലായി തീരുവാൻ യേശു വാതിലായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ കൂടിയാണ് ഈ ആട്ടുവാതിലിനുള്ള ബന്ധത്തിൽ യേശുവിടെ അടുത്തിടയാത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലങ്ങൾ ഒക്കെ നമ്മള് നിരവധി ചിന്തകൾക്ക് ചിന്തകളുടെ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ 30 വർഷം ഇവിടെ കടന്നു. ഈ കുളത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ട അറിയത്തില്ല, കൂടുതൽ അറിയത്തില്ല അതേക്കുറിച്ചുണ്ടാവും. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇവിടെ എങ്ങനെ ഈ കുളം കലക്കിയതോ, അതിന് എവിടുന്ന് വന്നോ, എന്തിനു വന്നോ, അതിന്റെ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നൊന്നും ഇതിനു മുമ്പുള്ള ഒരു കാര്യങ്ങളിൽ കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അതിനും വിടുതലുണ്ട്. അല്ലെങ്കിൽ ഈ രോഗം പിടിച്ചു കിടക്കുന്നതിന് അവിടെ ഈ വെള്ളം ഇങ്ങനെ കാത്തു കിടന്ന് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ അവന്റെ അകത്ത് ആ വിശ്വാസം വർദ്ധിക്കും. ഇപ്പൊ ഞാൻ ഇറങ്ങി എനിക്ക് സൗഖ്യം ഉണ്ടാകും. അങ്ങനെ ഒരു വിശ്വാസം ജനറേറ്റ് ഉണ്ടാകുവാൻ ഇടയാകുന്നതുകൊണ്ട് രോഗങ്ങൾ വിട്ടുമാറും. അതുവരെ അവനെ ഗ്രസിച്ചിരുന്ന അല്ലെങ്കിൽ ഭൂത ശക്തികൾ, മറ്റുള്ള ശക്തികളൊക്കെ വിട്ടുമാറും. കാരണം ഇതിന്റെ വിശ്വാസം, അത് എനിക്ക് സൗഖ്യമാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ആഗ്രഹത്തോടു കൂടി അവനെ സൗഖ്യമാക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ശക്തി വിട്ടുപോകേണ്ടതായിട്ട് വരും. കാരണം അവന്റെ മനസ്സിന്റെ അകത്ത് ധൈര്യമുണ്ടായി, ഞാൻ ഇപ്പോൾ സൗഖ്യമാകും, എന്നത് ഇറങ്ങിയാൽ ഇപ്പോൾ സൗഖ്യമാകുന്നുള്ള ഒരു ചിന്തയോട് വരും. അങ്ങനെയാണ് അവിടെ സൗഖ്യം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവൻ കാത്തുകെട്ടി കിടന്നിട്ട് ഇവന് അറിവില്ലായിരുന്നു. അവന് സൗഖ്യം കിട്ടുമോ കിട്ടുകയില്ലയോ എന്നുള്ളത് അവന് ഉറപ്പുമില്ല. എങ്കിലും ഞാൻ വിചാരിക്കുന്ന 38 വർഷം കഴിഞ്ഞ് ഇവൻ അന്ന് രാവിലെ എഴുന്നേറ്റ് അന്ന് ചിന്തിച്ച് കാണും, മടങ്ങിപ്പോയേക്കാം, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ തിരിഞ്ഞു പോയേക്കാം എന്നുള്ള ഒരു ചിന്തയോടെ കിടക്കുന്ന ദിവസമായിരിക്കും കർത്താവിന്റെ അടുക്കൽ വന്നത്. എന്നാലും യേശു അവനെ തേടി അവന്റെ അടുക്കൽ ചെന്നു. കാരണം അവന് യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. അപ്പോൾ ക്രിസ്തു അവിടെ എത്തിയത് ആട്ടുവാതിക്കലെത്തിയും ഇവനെ സൗഖ്യമാക്കിയും ശബത്തിൽ അത് ചെയ്തിട്ട് അത് മറ്റുള്ളവർ കാണത്തക്കവണ്ണം ദൈവത്തിന്റെ ആലയത്തെങ്കിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അത് ദൈവ നിയോഗത്താലാണ് അവിടെ ചെന്ന കാര്യം ചെയ്യാൻ കഴിയാത്തത്.
അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമായിരുന്നു. എങ്കിൽ മാത്രമേ അന്നത്തെ പാരമ്പര്യവാദികൾക്ക് യേശുവിനോടുള്ള യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം വെളിപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെളിപ്പെടുത്തത്തക്കവണ്ണം അവിടെ വൈരാഗ്യം, അസൂയ, യേശുവിനെ ഉപദ്രവിച്ച് യേശുവിനെ കൊല്ലത്തക്കവണ്ണമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നുള്ളതും ദൈവഹിതമായിരുന്നു. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോഴും ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിലൊക്കെ വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അവന്റെ അടുക്കൽ അവരാരും ചെന്നില്ല. എന്നാൽ യേശു അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ ഈ സ്ഥിതിയെല്ലാം കണ്ട് അവനെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ട് രോഗി അവനോട് പറഞ്ഞത്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നത്രയും പറഞ്ഞു. അപ്പോൾ ഇവന് എന്തായിരുന്നു യഥാർത്ഥത്തിൽ രോഗം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ഇവിടെ നടക്കാനൊക്കെ പറ്റും. രോഗം പിടിച്ചൊരു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞുള്ളൂ. അപ്പൊ ആ രോഗം പിടിച്ച് ഏത് രോഗമാണെന്ന് പക്ഷെ ഇവന് നടക്കാൻ പറ്റും. ഇവന് ഒട്ടും അനങ്ങാൻ വയ്യാത്തൊരു മനുഷ്യനല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ കിടക്കാൻ കഴിയും, ഇത്രയും ദിവസം താമസിക്കാൻ കഴിയത്തില്ല. മറ്റുള്ള സഹായം വേണം. നമുക്കറിയാം, പക്ഷപാതം പിടിച്ചവനെ ദൈവം മറ്റ് 4 പേർ കൂടിക്കൊണ്ടുവന്ന് സൗഖ്യമാക്കിയതിനെ കുറിച്ച് നമുക്കറിയാം. അവനെ എടുത്തോണ്ട് വരികയാണ് ചെയ്തത്. ഇവിടെ ഇവന് പറയുന്നത്, എനിക്ക് രോഗമാണ്, 38 വർഷമായിട്ട് രോഗമാണ്. എനിക്ക് എഴുന്നേറ്റ് നടന്ന് ഈ കുളത്തിൽ ചെല്ലാൻ പറ്റും, പക്ഷെ അത്ര സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. മറ്റുള്ള ചെല്ലുന്ന പോലെ എനിക്ക് പോകാൻ കഴിയത്തില്ല. അതിന് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് തള്ളപ്പെടും. അപ്പൊ അതുകൊണ്ട് എനിക്കത് പ്രാപിക്കുന്നില്ല എന്നുള്ളവൻ പറഞ്ഞു. എന്നാൽ എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ അവസരം നോക്കി കാത്തു കിടക്കുന്നതെന്നാണ് യേശുവിനോട് അവൻ പറഞ്ഞത്. അങ്ങനെ യേശുവോട് പറഞ്ഞപ്പോൾ യേശുവിനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇനി നീ ഇവിടെ ഇങ്ങനെ കിടക്കണ്ട, കാത്തു കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ വന്നത് നിന്നെ സൗഖ്യമാക്കുവാനാ. നിന്നെ തേടിയാ വന്നത്. നീ സൗഖ്യമാകണം. യേശു അവന്റെ സകല ചിന്തകൾക്കും അതീതമായിട്ട് പ്രവർത്തിച്ചു. അവന്റെ വിചാരങ്ങൾക്ക് അതീതമായിട്ട് പ്രവർത്തിച്ചു. യേശുവിനെ ഇങ്ങനെ ചോദിച്ചപ്പോ സൗഖ്യമായ മനസ്സെന്ന് ചോദിച്ചപ്പോൾ ഇതിലൊന്നും പറഞ്ഞില്ല. യേശുവിനടുത്ത് ഇതിലൊന്നും പറഞ്ഞില്ല. നീ ആരാന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇവൻ യേശുവിനെ യജമാനനെ എന്നാണ് വിളിച്ചത്. യജമാനനെ, ബഹുമാനത്തോടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വ്യത്യസ്തത അവന് മനസ്സിലായി. യേശുവിന്റെ ശബ്ദത്തെങ്കിൽ, യേശുവിന്റെ ഇടപാടിൽ, യേശുവോട് ചെന്ന് കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല, യജമാനനാണ്. ഞാൻ വിചാരിക്കുന്നത് ഇവനും കേട്ടിട്ടുണ്ടെന്ന സന യേശുവിനെ കുറിച്ച്, സൗഖ്യമാക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ യേശു ആണോ അല്ലയോ എന്ന് അവൻ അറിയത്തില്ല, പക്ഷെ വ്യത്യസ്തതയുള്ളവനാണ് എന്നുള്ളത് കൊണ്ടാണ് അവൻ യജമാനനെ എന്ന് യേശുവിനെ അഭിസംബോധന ചെയ്തത്. അപ്പൊ നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്, ക്രിസ്തുവിനെ യജമാനനെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അവൻ വിലയും നിലയുമുള്ളവനാണ് എന്നുള്ളത് അത്രയും പേരോട് നിൽക്കുന്നതിൽ യേശുവിനോട് ചോദിക്കുമ്പോൾ യജമാനെ വിളിക്കണമെങ്കിൽ അവന് മനസ്സിലായി ഈവൻ മറ്റുള്ള വ്യത്യസ്തനായിട്ടുള്ളവരാണെന്നുള്ളത്. അതുകൊണ്ടാണ് അവൻ യേശുവോട് എനിക്ക് ആരുമില്ല, അവന്റെ ഉള്ള സ്ഥിതി അവൻ അവിടെ പനവട്ടറിയാത്തുള്ളത്. അവനോട് യേശുവിന്റെ വാക്കുകൊണ്ട് അവനെ സൗഖ്യമാക്കിയ. യേശുവിനെ തൊട്ടില്ല, യേശു ഒന്നും തന്നെ ചെയ്തില്ല. യേശുവോട് പറഞ്ഞു, നീ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അത് വളരെ ശ്രദ്ധിക്കണം. കിടക്കെടുത്ത് നടക്കാന്നേ പറഞ്ഞു, അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞില്ല. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുമ്പോൾ യേശു പറഞ്ഞു, നീ കിടക്കെടുത്ത് വീട്ടിലേക്കും പോക എന്നാണ് പറഞ്ഞത്. അവൻ വന്നത് വീട്ടിൽ നിന്നാണ്. ചില മണിക്കൂറുകൾക്ക് മുമ്പ് 4 പേര് അവനെ ചുമന്നുകൊണ്ട് അവന്റെ അവിടെ വന്നതാണ്. സന്ദർഭം വ്യത്യസ്തമാണ്. അപ്പോൾ ഇവനോട് സൗഖ്യമാക്കിയിട്ട് പറഞ്ഞത് നീ കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞു, ഇന്നടുത്ത് പോകാൻ പറഞ്ഞില്ല. 4 പേര് ചുമന്നുകൊണ്ട് വന്ന അവനെ
യേശു സൗഖ്യമാക്കുമ്പോ നീ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞു. നീ വീടുമായിട്ട് ബന്ധമുണ്ട്. വീട്ടിൽ നിന്ന് എടുത്തു നോന്നപ്പം എല്ലാവരും കണ്ടതാ ഈ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കൊണ്ടുപോവുക. എന്നാൽ അവരെ അതിശയിക്കത്തേക്കൊന്നും കിടക്കയെടുത്തോണ്ട് ഒരുത്തൻ മടങ്ങിച്ചെന്നു. 4 പേര് പ്രയത്നം ചെയ്ത് ഇവനെ കൊണ്ടുപോയി യേശു അടുക്കൽ കൊണ്ടുപോയതാ. ഞാനതേ കുറിച്ച് നമുക്കറിയാം. മത്തായി, മർക്കോസ്, ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ട് ആ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കിടക്കയെടുത്ത് വീട്ടിലോട്ട് പോയി. എന്നാൽ ഇവരോട് പറഞ്ഞു കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഇവൻ നടന്ന് വീട്ടിൽ പോയതായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് 38 വർഷമായിട്ട് ഇവനെ അന്വേഷിച്ച് വരാത്തവരുടെ അടുത്ത് അവൻ ഉടനെ തന്നെ പോയിട്ട് കാര്യമൊന്നുമില്ലെന്ന് അവനറിയാം. കത്താനറിയാം അവനെ പറഞ്ഞു വിട്ട് കാര്യമില്ല. ഈ 38 വർഷം നീണ്ട വർഷമാണ് അവൻ രോഗിയ. അവനെ സൗഖ്യമാക്കി യേശു വീട്ടിലോട്ടാണ് പോകാനെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അവനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ് യേശു അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് മാറുവാനിടയാ തോന്നുന്നു. കാരണം അത് അല്പസമയം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അറിയും അത്. അവിടെ കൂടി വന്ന എല്ലാവരും കർത്താവ് സൗഖ്യമാക്കുവാൻ അത് യേശു അവിടെ നിന്നില്ല. മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് സൗഖ്യമാക്കും. പക്ഷെ ഇവിടെ ഈ ഒറ്റ സൗഖ്യം മാത്രം നടത്തിയിട്ട് യേശു അവിടുന്ന് മാറിക്കളഞ്ഞു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചതോട് ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു നോക്കുമ്പോൾ അവളോട് അവനെ 13-ാം വാക്യം. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കിയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. ഇവനെ സൗഖ്യമാക്കിയിട്ട് നീ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞിട്ട് യേശു വേഗത്തിൽ ശിഷ്യന്മാർക്ക് കൂടെ കാണും. അവരെല്ലാം കൂടി എന്ത് ചെയ്ത് വേഗത്തിൽ ശിഷ്യന്മാരുടെ പിശാചിലേക്ക് വേഗത്തിൽ മറഞ്ഞു കളഞ്ഞു. വളരെ അസാധാരണമായിട്ട് സംഭവം നടക്കും. കൊളക്കരയിൽ കിടന്ന അവനെ കണ്ട് പലരും പരിചയമുള്ളതാ. പലരും വിധിച്ചതാ ഇവൻ ഒരിക്കലും സൗഖ്യം ഉണ്ടാകത്തില്ല, ഒരിക്കലും പോകത്തില്ല, പിന്നോട് കിടന്ന ചത്ത് പോയുള്ളൂ എന്നൊക്കെ വിചാരിച്ചതാ. എന്നാൽ അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്ന് അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന അവിടെ വലിയൊരു ഒരു ഒരു അത്ഭുതം നടന്നായിട്ട് എല്ലാവരും മനസ്സിലായി. അതല്ലെങ്കിൽ ഇത് സംഭവിച്ച സമയത്ത് യേശു അവിടെ നിന്നിരുന്നെങ്കിൽ അത് വലിയൊരു വിഷയമായിട്ട് അവിടെ മാറും. എല്ലാവരും സൗഖ്യമാകും. അവിടെ ഭയങ്കര ഒരു വിഷയം ഉണ്ടാകും. അവിടെ യേശുവിൻ ദേവാലയത്തിന് അടുത്ത് നടക്കുന്ന സംഭവമാണ്. അത് അന്നേരം സംഭവിക്കാൻ പാടില്ല. അതാണ് കർത്താവിനെ സൗഖ്യമാക്കിയിട്ട് യേശു വേഗത്തിൽ അവിടുന്ന് മാറിക്കളഞ്ഞത്. ഇവൻ 1-2 ചുവട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യേശുവിൻ ദേവാലയത്തിന് അടുത്തല്ലേ, അവിടെ ഒരുങ്ങി നോക്കിയതാണ്. അവിടെ ഒരിക്കലും അന്ന് വരെ നടക്കാത്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ യേശു ദേവാലയത്തിന്റെ അടുത്ത് ഈ കടക്കെട്ട് നടക്കുന്നത് അതുവരെ നടന്നിട്ടില്ല. മറ്റുള്ള പല സ്ഥലങ്ങളിലും ഒരു വാസസ്ഥലങ്ങളൊക്കെ ശവത്തിനെ ലംഘിച്ച് നടന്നിട്ടുണ്ടെങ്കിലും യേശുവിൻ ദേവാലയത്തിന്റെ ആട്ടുവാതിക്കൽ നിന്ന് ഇങ്ങനെ കിടക്കെടുത്തുകൊണ്ട് പോയത് നേരെ ദൈവത്തിന്റെ ആലയത്തിലേക്കാണ് പോകുന്നത്. ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യം. കർത്താവിന് അറിയാമായിരുന്നു ഇവൻ അങ്ങോട്ട് പോകുമെന്ന് അറിയാമായിരുന്നു. അവനോട് യേശു പറഞ്ഞതനുസരിച്ച് കിടക്കയുടെ നടക്കാൻ പറഞ്ഞപ്പോൾ ഇവന്റെ ആഗ്രഹം ഈ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പോകണമായിരുന്നു. ഇവിടെ വാതിക കടന്നവനല്ലേ. അപ്പോൾ ഇതുവരെ അവന് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പോ ഈ കർത്താവ് പറഞ്ഞതനുസരിച്ച് കിടക്കയും കൂടി എടുത്തോണ്ടാവും പോകുന്നത്. പക്ഷെ അവന് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവിനോട് പറഞ്ഞതുകൊണ്ട്, സൗഖ്യമാക്കാൻ പറഞ്ഞതുകൊണ്ട് അവനത് ചെയ്യുക. പക്ഷെ അത് വിഹിതമല്ലാത്ത കാര്യമാണ്. ശബത്തിൽ വിഹിതമല്ലാത്ത 39 കാര്യങ്ങളുണ്ടെന്നാണ് തിരുവനന്തപുരം പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഏകദേശം 39 കാര്യങ്ങൾ ശബത്തിൽ വിഹിതമല്ലാത്ത കാര്യങ്ങളുണ്ട്. അതൊരു കാര്യമാണ് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇത് അനുസരിച്ച് അങ്ങോട്ട് കിടക്കെടുത്ത് നടക്കുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്. ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം നടക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അവങ്കിലേക്ക് ആകുവാനിടയായി തീർന്നു. പെട്ടെന്ന് ഈ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്
ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവര് നിയമം അവനോട് പറഞ്ഞു കേൾപ്പിച്ചത് ശരിയുള്ള കാര്യമല്ല. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സൗഖ്യമാക്കിയ വൈദ്യനോട് പറഞ്ഞത് നടക്കാമെന്ന, കിടക്കയെടുത്ത് നടക്കണമെന്ന് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയത്തില്ല. അവൻ എന്നെ സൗഖ്യമാക്കിയവൻ, എന്നെ സൗഖ്യമാക്കിയവനോട് പറഞ്ഞു. നിന്നെ സൗഖ്യമാക്കിയവൻ, നമ്മെ സൗഖ്യമാക്കിയവൻ നമ്മോട് എന്ത് പറഞ്ഞാലും അത് നാം ചെയ്തിരിക്കണം. അവൻ സൗഖ്യമാക്കിയവനാണ്, എന്നെ സൗഖ്യമാക്കിയവൻ. അതെ, നമ്മെ സൗഖ്യമാക്കിയവൻ നമ്മോട് എന്ത് പറഞ്ഞാലും നാം അത് അനുഷ്ഠിക്കണം, അത് ചെയ്യണം. ഇവനെ സൗഖ്യമാക്കി വിട്ടതിന് ശേഷമായി ഇവനുള്ള സംഭാഷണം പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ല. കാരണം ഈ യേശു ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കർത്താവ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് പിന്നീടാണ്. ഇവര് യഹൂദന്മാരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അവരുടെ ആ വിഷയങ്ങളിൽ കർത്താവ് വീണ്ടും ഇടപെടുന്നത്. ഇവൻ കിടക്കയെടുത്ത് ആട്ടുവാതിക്കൽ നിന്ന് നേരെ യെരൂശലേം ദേവാലയം ലക്ഷ്യമാക്കി പോകുമ്പോൾ ഇവനെ യഹൂദന്മാർ പിടിച്ചവനോട് ചോദിച്ചു, ഇത് വിഹിതമുള്ള കാര്യമല്ല. ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ തന്നെ ഇവനെ കിടക്ക താത്തു വെച്ചു. കാരണം ഇവൻ പാരമ്പര്യമുള്ളവനാ. കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞു. എപ്പോഴും കിടക്കെടുത്ത് നടക്കാൻ പറ്റത്തില്ലല്ലോ. കിടക്കെടുത്ത് നടക്കാൻ ഒരു സമയമുണ്ട്. മറ്റോട് പറഞ്ഞ് നീ കിടക്കെടുത്ത് വീട്ടിൽ പോകാനാവുക. ഇവിടെ കർത്താവ് പറഞ്ഞത് നീ കിടക്കെടുത്ത് നടക്കുക. പക്ഷെ ഇവന് എത്ര സമയം നടക്കുമെന്നും കർത്താവിന് അറിയാം. നടന്നു കഴിഞ്ഞപ്പോ ഇവര് പിടിച്ചു കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഇവൻ അവര് പറഞ്ഞതനുസരിച്ചു. അവൻ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞവൻ നടക്കാൻ പറഞ്ഞവരോട് ഞാൻ നടക്കും, ഇന്ന് മുഴുവൻ നടക്കും അവൻ പറഞ്ഞില്ല. അവര് പറഞ്ഞതനുസരിപ്പാൻ ഇടയാത്തവന്നു. അതുകൊണ്ടാണ് അവൻ പള്ളിയിൽ പ്രവേശിച്ചത്. ഉത്തരം പറഞ്ഞു. അവനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരമുണ്ടായിരിക്കുക യേശു മാറിക്കളഞ്ഞത് കൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചാൻ അറിഞ്ഞില്ല. എന്നിട്ട് യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയാതെ ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുണ്ട്. ഇപ്പൊ ഇവിടെ ഈ കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞാൽ അവൻ കിടക്കയോട് ഒരിക്കലും ദൈവത്തിന് ആലയത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. യഹൂദന്മാർ ഒബ്ജക്ട് ചെയ്തപ്പോൾ, പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ചുമട് താഴെ വെച്ചു. അവനൊരു യഹൂദനായി മാറി. അവൻ പാരമ്പര്യത്തിലേക്ക് വന്നു. അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു. എന്താണെന്നറിയാം അവനവിടെ വരുമെന്നുള്ളത്. ഇതുപോലെയാ പലരും. യേശു പറയുന്ന കാര്യം, യേശുവിന് സൗഖ്യം പ്രാപിച്ചിട്ട് പലതും പ്രാപിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും എതിർത്ത് കഴിയുമ്പം വിട്ടുപോകുന്ന പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോയി. അവർക്ക് അത്രയും മതി. കാരണം ഈ പറഞ്ഞ യജമാനന്റെ വാക്കുകൾ അത്രയും കാര്യങ്ങളുള്ളൂ. എന്നാൽ ഇതിന്റെ 9-ാം അധ്യായം വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമല്ല നടക്കുന്നത്. 9-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയല്ല. അവൻ ശക്തമായി എതിർക്കുകയാണ്. അവൻ ശക്തമായി എതിർത്തു. 9-ാം അധ്യായം പിറവിക്കുടൻ അവൻ എന്ത് ചെയ്തു? അവനെ സൗഖ്യമാക്കിയവനെ അവൻ സ്നേഹിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് യഹൂദനെ കുറിച്ചുള്ള ഒരു പാരമ്പര്യത്തിന്റെ നരേഷൻ അല്ലെങ്കിൽ വിശദീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? മറന്നു. നമുക്കറിയാം 10 കുഷ്ഠരോഗികളുടെ സൗഖ്യമായപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു. 9 പേര് എന്ത് ചെയ്തു? പാരമ്പര്യത്തിന് പിന്നാലെ പോയി. അപ്പോൾ ഇവനും ഇവിടെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന്റെ കാര്യം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? സൗഖ്യമാക്കിയവൻ പറഞ്ഞത് മറന്നു. ഇവനൊരൊറ്റ അക്ഷരം യേശുവിന് അനുകൂലമായിട്ട് പറഞ്ഞില്ല. അവൻ താത്തു വെച്ചു. പറഞ്ഞാൽ ഈ വിടുതൽ മാത്രം മതി. ചിലർക്ക് വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് അങ്ങ് പോകും. ഇവിടെ അവൻ എതിരെ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞവൻ അങ്ങനെ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, നടന്നേ പറ്റുള്ളൂ, ഇത് എടുത്തേ പറ്റുള്ളൂ അവൻ പറഞ്ഞിരുന്നെങ്കിൽ അവന് ദേവാലയത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അവൻ വീണ്ടും അവിടെ പ്രവേശിച്ചു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവര്, ഇതിന്റെ വാർക്കെ കിടന്നിട്ട്
അവനിത് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് മുഴുവൻ ഒരു പാരമ്പര്യമായി തീർന്നു. ദൈവത്തിന് തേജസ്സില്ലാത്ത, മഹത്വമില്ലാത്തൊരു സ്ഥലമായി അത് മാറ്റപ്പെട്ടത് കൊണ്ടാണ് രോഗികളുടെ വലിയൊരു കൂട്ടം അവിടെ വന്ന് കിടക്കുവാൻ തീർന്നത്. സൗഖ്യമാക്കുന്ന അല്ലെങ്കിൽ ദിക്കിൽ അതിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതൽ കിട്ടുമായിരുന്നു ദൈവത്തിന് തേജസ് വസിച്ചിരുന്നെങ്കിൽ. എന്നാൽ ഇവിടെ ഇങ്ങനെ കുളകലങ്ങി സൗഖ്യമാകാൻ വേണ്ടി കിടക്കുന്നതിന്റെ അർത്ഥം യേശു ദേവാലയത്തിന്റെ പവിത്രത, അതിന്റെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട് ദൈവ സാന്നിധ്യം യഥാർത്ഥമായി ഇല്ലാത്തൊരു കള്ളന്മാരുടെ ഗുഹയായി തീർന്ന ഒരു സ്ഥലമായി ഇതിനെ മാറി. എന്നാലത് എന്റെ പിതാവിനുള്ളതാണെന്ന് പറഞ്ഞ് യേശു എന്നെ ശുദ്ധീകരിച്ചതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ ഇടയാക്കും. അപ്പൊ അവിടെ സൗഖ്യം പ്രാർത്ഥിച്ചാൽ അവിടെ ആചാരങ്ങൾ നടന്നു പോകുന്നല്ലാതെ വിടുതൽ നടക്കുന്നില്ല. എങ്കിലും അവൻ ആചാരങ്ങളിൽ അവൻ മുഴുകുവാൻ ഇടയായിരുന്നു. പിന്നെ കർത്താവ് കണ്ടത് ദേവാലയത്തിൽ വെച്ച്. എന്നാൽ 9-ാം അധ്യായം പഠിക്കുമ്പോൾ പരവിക്കൂടനായ മനുഷ്യൻ അവൻ അവരോട് യേശുവിനെ സ്നേഹിക്കുന്നവനായിരുന്നു. അത്രയും വർഷം ഒന്നും കാണാതിരുന്ന അവന് കണ്ടു കഴിഞ്ഞപ്പോൾ, ലോകത്തെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ആ സ്നേഹം വിട്ടുകളയാൻ കഴിഞ്ഞില്ല. അവൻ പാരമ്പര്യത്തോട് ചേർന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവന്റെ ജനനത്തിലോ ഇവന്റെ അമ്മയപ്പാർ ചെയ്തൊന്നുമല്ല, പാവം ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനുള്ളതാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു വിടുതലാണെങ്കിൽ നിശ്ചയമായിട്ടും അവർ പാരമ്പര്യങ്ങൾ വിട്ടിറങ്ങിയിരിക്കും. അതല്ല, പ്രാർത്ഥിച്ചൊരു വിടുതൽ കിട്ടി എന്നെങ്കിൽ അവിടെയൊന്നും യഥാർത്ഥമായി യേശുവിനെ അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നാൽ 9-ാം അധ്യായം വായിക്കുമ്പോൾ അവനെ ക്രിസ്തുനേറ്റ് പറയുന്നത് പള്ളി പ്രശ്നം ആകണം എന്നുള്ളത് അവിടെ നെയ്മായിരുന്നെങ്കിലും, അമ്മയപ്പന്മാർ ഭയപ്പെട്ടു മാറിയെങ്കിലും, ഇവൻ ശരിയായ രീതിയിൽ നമ്മൾ അവിടേക്ക് പഠിക്കും. അവൻ യേശുവിന് വേണ്ടി വാദിപ്പാൻ എത്തുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് 31-ാം വാക്യം പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. 14-ായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിനടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇവനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി നന്ദി പ്രകടിപ്പിച്ചു. മറ്റവനങ്ങനെ ചെയ്തില്ല. യഹൂദന പാരമ്പര്യത്തെ കാണിക്കുന്നു. 38 വർഷം കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് പോയ യഹൂദന്റെ പരിചയത്തിനും പിന്നീട് നമ്മൾ പഠിക്കുമ്പോഴും കനാൻദേശത്ത് വന്നപ്പോഴും അവന്റെ സ്വഭാവം അത് തന്നെയാണ്, മാറ്റം വന്നില്ല. എന്നാൽ ഈ പിറവിക്കൂടനായിരിക്കുന്നവന്റെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ അവനെ സൗഖ്യമാക്കിയവനെ മറന്നു കളഞ്ഞില്ല. അവൻ യേശു ആരാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നെങ്കിലും അവൻ എന്ത് ചെയ്തു? ശക്തമായി സൗഖ്യമാക്കിയതിനു വേണ്ടി നിന്നു. നിന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, നമ്മെ സൗഖ്യമാക്കിയൻ വിടിവിച്ചവൻ അവനെ ഒരു നാളും വിട്ടുകളയരുത്. നിന്നെ ഒരുപക്ഷെ സമൂഹത്തിന് ഒറ്റപ്പെടുത്തും, സമുദായത്തിൽ നിന്ന് പുറത്താക്കും. എന്തെല്ലാം ചെയ്താലും യേശുവിന്റെ സൗഖ്യവും യേശുവിന്റെ വിടുതലും പ്രാപിച്ചവർക്കൊരിക്കലും അവനെ വിട്ടു പോകുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, അനേകര് ഇറങ്ങിത്തിരിച്ചിട്ട് പിന്നെയും പാരമ്പര്യത്തിന് പുറകെ പോകാറുണ്ട്. കാരണം മറ്റു പലതും കണ്ട് പേടിച്ച് അവരിലേക്ക് പോകുമ്പോൾ, ഇവിടെ ഈ വ്യക്തി അങ്ങനെയല്ല ചെയ്തത്. അവന് മറ്റൊന്നുമല്ലായിരുന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അവന്റെ കണ്ണു തുറക്കപ്പെടുമെന്നോ, ലോകം കാണാമെന്നോ, മനുഷ്യനെ കാണാമെന്നോ, ശബ്ദം കണ്ടുകൊണ്ട് വ്യക്തികളെ തിരിച്ചറിയാമെന്നോ ഒന്നും അവനെ മനസ്സിലാക്കുവാൻ അവൻ അറിയത്തില്ലായിരുന്നു. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതത്തിനുടമസ്ഥനായിരിക്കുന്ന അവൻ ആദരിച്ചു, ബഹുമാനിച്ചു, അവനെ സ്നേഹിച്ചു. അവന് നന്ദി ഉള്ളവനായി അവന്റെ സംസാരം തന്നെ വെളിപ്പെടുത്തോടെ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. ഈ പിറന്നപ്പം കണ്ണില്ലാത്തവനെ കൂട്ടുകണെന്ന് സമ്മതിച്ചു. പക്ഷെ ഇവനിപ്പം ഇതൊന്നും ഇല്ലല്ലോ.
പിന്നെ അന്ധതയൊന്നുമില്ലല്ലോ, നിന്റെ കണ്ണ് ചൊവ്വായില്ലേ? എന്നിട്ടും പാരമ്പര്യവാദികൾ പറഞ്ഞത് നീ പാപത്തിൽ പിറന്നവനാണ്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞവനെ പുറത്താക്കി കളഞ്ഞാവുന്നു. നിങ്ങളുടെ ഇതേ വ്യത്യാസം കാണിക്കാൻ വേണ്ടി. ഒന്ന്, ഈ പിറവിക്കൂടനായവൻ അവന് വിഷയമേ അല്ലായിരുന്നു. അവനെ പള്ളി പ്രശ്നമാക്കിയാലും കുഴപ്പമില്ല, പുറത്താക്കിയാലും കുഴപ്പമില്ല. എന്നെ സൗഖ്യമാക്കിയവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ജീവിക്കും, അവനെ ഞാൻ സ്നേഹിക്കും. അവനെതിരെ ആര് പറഞ്ഞാലും ഞാൻ അതിനോട് യോജിക്കത്തില്ല. അത് എന്റെ ഹൃദയത്തിൽ വീണതാണ് ശബ്ദം. അവൻ എന്നെ സൗഖ്യമാക്കിയതാ. അവൻ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ സൗഖ്യമായതാ എന്നുള്ളത് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെ പുറത്താക്കി കളഞ്ഞപ്പോഴും അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇവനെയും കഥാവ് കാണുന്നുണ്ട്. ഇവിടെയാണിത് മുഴുവൻ പൂർത്തീകരിക്കപ്പെടുന്നത്. പറഞ്ഞല്ലോ, രണ്ടു വ്യക്തികളെയും മനുഷ്യന്റെ വാരത്തിനടുത്ത് വെച്ചുള്ള രീതിയിൽ സൗഖ്യമാക്കുമ്പോൾ, ഒന്ന്, ഈ പിറവിക്കൊണ്ടായിരിക്കുന്നവൻ യേശുവിന് വേണ്ടി നിന്നപ്പോൾ അവനെ സമൂഹത്തിൽ നിന്ന് അവനെ പുറത്താക്കി. യഹൂദ ആ പാരമ്പര്യത്തിൽ നിന്ന് അതിൽ നിന്ന് അവനെ പുറത്താക്കി കളഞ്ഞു. ദൈവത്തിന്റെ ഉപദേശത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സ്നേഹിച്ചാൽ നിന്ന് കഴിഞ്ഞാൽ ലോകം നിന്നെ പുറത്താക്കി കളയും, സമുദായം നിന്നെ പുറത്താക്കി കളയും, ഒരുപക്ഷെ മറ്റുള്ള നിന്നെ പുറത്താക്കി കളയും, നിന്നെ വിടക്കെന്നെണ്ണി തള്ളിക്കളയും. എന്നാൽ അത് കണ്ടിട്ട് നിന്നെ കൈവിടുന്നവനല്ല, നിന്റെ അടുക്കൽ വരും അവൻ. യേശുവിന്റെ അടുക്കൽ വന്നു. ദൈവത്തിൽ വിശ്വസിക്കുമെന്നൊന്ന് ചോദിച്ചു. അവൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കാനിടയായി തീർന്നു. അവിടെയാണ് പൊട്ടിയിരിക്കുന്നത്. അതെ, ദൈവത്തിനായിരിക്കുന്നവന്റെ മുമ്പിൽ ആരാധന കൊടുത്ത് നമസ്കരിച്ച് അവനെ സ്നേഹിക്കുന്നവനായി ഒരുവൻ തീർന്നപ്പോൾ, 38 വർഷമായി കിടന്നിരുന്ന ഇവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ നേരെ പോയത് യഹൂദന്മാരുടെ അടുക്കലേക്കാണ്. യേശു അറിയാമാര് സൗഖ്യമാക്കിയിട്ടപ്പോൾ നിങ്ങൾ പുരോഹിതന്മാരുടെ അടുക്കൽ പോയി കാണിച്ചോളാൻ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ 10 പേര് 9 പേരോടെ പോയി. നല്ല സമയക്കാരൻ യേശുവിന്റെ അടുക്കൽ മടങ്ങി നമസ്കരിച്ചവനെ ആരാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെടുന്നവരാ? സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിനോട് ഓടിപ്പോകുന്നവരാണോ? നമ്മുടെ സൃഷ്ടത്തിലേക്ക് പോകുന്നവരാണോ? അനേകർക്ക്, കോടിക്കണക്കിന് ആൾക്കാർക്ക് യേശുവിന്റെ സൗഖ്യം, യേശുവിൻ മുഖാന്തരമുള്ള സൗഖ്യവും വിടുതലും പ്രാപിച്ചവരാ ലോകത്തുള്ളവർ. എന്നാൽ എല്ലാവർക്കും യേശുവിനെ പിൻപറ്റുവാൻ കഴിയാതെ പോകുന്നു. കാരണം അവർക്ക് ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ്. എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ആ പിറവിയിലെ കുരുടന്റെ ജീവിതത്തിൽ അവന് തികഞ്ഞ സ്നേഹമുള്ളത് കൊണ്ടാണ് അവനൊന്നും ഭയപ്പെട്ടില്ല. അവനറിയാമായിരുന്നു, ഞാൻ ഇങ്ങനെ ഇരന്നിരന്നിരന്ന് കണ്ണ് കാണാതെ നശിച്ചു പോകേണ്ടവനായിരുന്നു. എന്നാൽ അവന്റെ ശബ്ദത്തിന്റെ വാക്ക് കേട്ട് ഞാൻ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് കാഴ്ച കിട്ടി, എനിക്ക് ജീവിതം കിട്ടി. എങ്കിൽ പിന്നെ ഞാൻ അവനെ കാണണം, എനിക്ക് അവനെ ആരാധിക്കണം, ഞാൻ അവനോട് കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു തികഞ്ഞ സ്നേഹം അവന്റെ ഉള്ളിൽ വന്നപ്പോൾ അവനൊന്നും ഭയപ്പെട്ടില്ല. അവന്റെ അമ്മയപ്പന്മാർ ഭയപ്പെട്ടു, അവൻ ഭയപ്പെട്ടില്ല. യഥാർത്ഥമായിട്ടുള്ള വിടുതൽ കിട്ടുന്ന അവനൊരിക്കലും ഒരു വ്യക്തികളെയും ഭയപ്പെട്ട് മാറി നിൽക്കത്തില്ല. നസ്സന്റെ മുമ്പിൽ നമസ്കരിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ മുഖാന്തരമായി യേശുവിനെ ആരാധിക്കുവാൻ മടിക്കുന്നുണ്ടെങ്കിൽ, പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹം കുറഞ്ഞു പോകുന്നു എന്നാണ് അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പാരമ്പര്യത്തിലേക്ക് കഴിഞ്ഞപ്പോൾ അവൻ അവരോട് കൂടെ ചേർന്നു, യേശുവിന്റെ അടുക്കൽ ചേർന്നു. യേശുവിനെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ചാൽ കണ്ടത്. അവന് ഇത് പറഞ്ഞപ്പോ തന്നെ ക്ഷമിക്കണമെന്നാ പറഞ്ഞ് എന്നോട് സൗഖ്യമാക്കിയവൻ പറഞ്ഞതാ, നിങ്ങള് പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളെ അനുസരിക്കാന്ന് പറഞ്ഞ് അവനോട് താത്തു വെച്ചിട്ട് ഇവനെന്ത് ചെയ്തു? ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശനം കൊടുത്തു. അവനവിടെ മുട്ടുമടക്കി.
എന്നാൽ നീ മുട്ടുമടക്കേണ്ടത് ഈ ലോകത്തിന്റെ ആരുടെയും മുമ്പിലല്ല, മുട്ടുമടക്കേണ്ടത് ദൈവത്തിന് മുമ്പിലാണ്. അതുകൊണ്ട് അവന് പ്രവേശനം കിട്ടി അവനോട് ദൈവത്തിന് ആലയത്തിൽ ചെന്ന് യേശുവിനോട് പറഞ്ഞില്ല, സൗഖ്യമായില്ലേ, എന്നെ അനുഗമിക്കാത്തെന്ന് കർത്താവ് പറഞ്ഞില്ല. അവനോട് പറഞ്ഞു, യേശു അവനോട്, അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. പറഞ്ഞു, നിനക്ക് സൗഖ്യമായല്ലോ, നീ വിടുതൽ പ്രാപിച്ചല്ലോ. 38 വർഷം രോഗം പിടിച്ച് നീ കാത്തു കിടന്നവനാ, അല്ലെങ്കിൽ നീ അതിനുവേണ്ടി പരിശ്രമിച്ചവനാ, വിടുതലിന് വേണ്ടിയിട്ട്. നീ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ദൈവത്തിന് ആലയത്തിൽ ഒന്ന് കയറണമെന്ന്, നിന്റെ ആഗ്രഹമായി. അത് സാധ്യമായല്ലോ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്റെ അങ്ങനെയുള്ള പാപം മോചിച്ചെന്ന് കഥ പറഞ്ഞില്ല. യേശു പറഞ്ഞു, നിനക്ക് സൗഖ്യമായി, ഇനി നീ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ എന്റെ അർത്ഥം ഞാൻ സൗഖ്യമാക്കിയത്, ഇനി പാപം ചെയ്താൽ നിനക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇതിനേക്കാൾ അധികം തിന്മയായത് ഭവിക്കും. അപ്പോൾ അതൊരു ശക്തമായൊരു മുന്നറിയിപ്പാണ് കൊടുക്കാൻ കഴിയാത്തത്. അതവിടെ പാപം ക്ഷമിച്ചായിട്ടൊന്നും പറഞ്ഞില്ല, ലോകം സൗഖ്യമാക്കി വിട്ടു. കാരണം യേശുവിന്റെ പാപം ക്ഷമിച്ചു വിട്ടാലും ഇവൻ പാരമ്പര്യത്തിൽ നിന്ന് മാറത്തില്ലായിരുന്നു. രോഗസൗഖ്യം കിട്ടുന്നത് കൊണ്ടോ ഏതെങ്കിലും ഭൗതിക നന്മ കിട്ടുന്നതുകൊണ്ടോ ആരും ധരിച്ചു വെക്കരുത് രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കരുത്. പാവമെല്ലാം യേശു ക്ഷമിച്ചെന്ന് വിചാരിക്കരുത്. യേശു പാപം ക്ഷമിക്കണമെങ്കിൽ അവനെ വാസ്തവമായി അവനെ സ്നേഹിക്കണം. ഇതിന്റെ 8-ാം വാക്യത്തിലും കർത്താവ് ഇതേ വാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. 8-ാം വാക്യത്തിലും 8-ാം വാക്യത്തില് ഞാൻ പറഞ്ഞിരിക്കുന്നത്, എന്നവൾ പറഞ്ഞു, ഞാൻ ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുതെന്ന് യേശു പറഞ്ഞു. നിപ്പിക്കും, നീ ഇനി എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത്. ഇവിടെ കർത്താവ് സൗഖ്യമായിട്ട് പറഞ്ഞത്, പാപത്തിന്റെ ആഗ്രഹം നിന്നോടുണ്ട്. പാപം ക്ഷമിച്ച് ദൈവം തരും. അതുപോലെ തന്നെ വീണ്ടും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചെയ്തു കഴിഞ്ഞാൽ അധികം തിന്മയായിട്ട് ഭവിക്കും എന്നുള്ളതാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് അവനെ അവിടുന്ന് പുറത്താക്കിയെന്ന് കളഞ്ഞതിന്റെ കാരണം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് കർത്താവിന്റെ പിന്നാലെ അവനിറങ്ങി വരിക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ പാരമ്പര്യമായിരുന്നു വലുത്. അതനുസരിച്ച് അവൻ നിന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അതാണ് നിനക്ക് അധികം തിന്മയായി ഭവിക്കാതിരിക്കാൻ നീ ഇനി പാപം ചെയ്തെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി. അവരോട് നേരെ പോയി പറഞ്ഞു, തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. കഥാവ് പറഞ്ഞു കഴിഞ്ഞപ്പോ നേരെ വിട്ടു. നല്ല കാലിന് സ്പീഡൊക്കെ കിട്ടി. നേരെ പോയത് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി അവൻ പോയി പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ലേ ആരാ സൗഖ്യമാക്കിയത്, എനിക്കറിയത്തില്ലായിരുന്നു, ആരാന്നറിയത്തില്ലായിരുന്നു, എന്നാ എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ് എന്നാണ് പറഞ്ഞു. തുടർന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. എങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഉപദ്രവം എന്നുള്ളതിനെ കുറിച്ച് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത്. അത് അബ്രഹാമിന്റെ മക്കളെ കുറിച്ചുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ആരാണ് ഉപദ്രവിക്കുന്നത്. തിമോഥെയോസിനായിട്ട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഭയഭക്തിയോടെ ക്രിസ്തു യേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവം പറഞ്ഞാൽ
അടിയിടി തൊഴി എന്നുള്ളതല്ല ഉപദ്രവം, അത് ശരീരപീഡയാണ്. എന്നാൽ പരിഹാസം ഉണ്ടാകും, പരിഹസിക്കും. പരിഹാസം ഒരു ഉപദ്രവമാണ്. മനുഷ്യന്റെ ഹൃദയത്തെ നിന്ദിക്കുന്ന തക്കവണ്ണത്തിൽ പരിഹസിക്കും. വിശ്വാസി വരുന്ന ദൈവമക്കളെ പരിഹസിക്കും. അത് എല്ലാവരും പരിഹസിക്കും. വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ളവരാ, മനസ്സിലാക്കിയിട്ടുള്ളവരാ. പരിഹാസമൊക്കെ ഒരുപാടുള്ളത് കൊണ്ടായിരുന്നു അന്ന് പരസ്യമായിട്ട് സാക്ഷ്യം പറയിക്കുന്നത്. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവർ ഏത് സ്ഥലത്തു നിന്നാണോ സ്നാനപ്പെടുന്നത് അവിടെ നാൽക്കവലയിൽ നിർത്തി സാക്ഷ്യം പറയിപ്പിക്കുമായിരുന്നു. അങ്ങനെ സാക്ഷ്യം പറഞ്ഞ് വിശ്വാസം നിന്നവരാണ്. ഇപ്പം രഹസ്യവിശ്വം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ആരൊക്കെ രക്ഷിക്കപ്പെട്ടു ആരൊക്കെയാണെന്നത് അറിയത്തില്ല. കാരണം അന്ന് പരസ്യമായി സാക്ഷ്യം പറയിക്കുമായിരുന്നു. ചർച്ചനകത്തുള്ള സാക്ഷ്യമുള്ള അന്നൊക്കെ ഇങ്ങനെ ഈ പരസ്യങ്ങൾ വഴി നിർത്തി സാക്ഷ്യം പറയും. എന്താന്ന് വെച്ചാൽ ഭയം മുഴുവൻ പോകാൻ, പേടി മുഴുവൻ പോകാൻ വേണ്ടി എല്ലാവരും അറിയാൻ വേണ്ടിയാണ് വിശ്വാസി വന്നത്. അങ്ങനൊരു സിസ്റ്റമാണ്. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തവരാ. ഞങ്ങൾക്ക് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ പ്രാദേശികമായിരിക്കുന്ന സ്ഥലത്ത് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ആരെക്കാണോ പേടിക്കേണ്ട ആവശ്യം. ഏതായാലും എങ്ങനെയായാലും വിശ്വാസം വന്നതിന്റെ പേരിൽ ഈ പരിഹാസമൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വരും. അതൊരു ഉപദ്രവമാണ്. അതിനെക്കുറിച്ച് 4-ാം അധ്യായം 29-ാം വാക്യം, ഗലാത്യർ 4-9 വാക്യം. എന്നാൽ അന്ന് ജലപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അന്ന് ജലപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ച പോലെ ഇന്നും കാണുന്നു. എങ്ങനെയാ ഉപദ്രവിച്ചത്? ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? അബ്രഹാമിന്റെ 2 മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വാക്തത്വത്തിൽ സാറ പ്രസവിച്ച ഇസഹാക്ക്, രണ്ടാമത് ജലപ്രകാരം ജനിച്ച മിസ്രൈമദാസിയായിരിക്കുന്ന ഹാഗറിന് ജനിച്ച ഇസ്മായേൽ. അപ്പോൾ ഈ ഹാഗറിന് ജനിച്ച ഇസ്മായേൽ സാറയ്ക്ക് ജനിച്ച ഇസഹാക്കിനെ എങ്ങനെയാ ഉപദ്രവിച്ചത്? അടി കൊടുത്തോ? ഇടി കൊടുത്തോ? വഴക്ക് പറഞ്ഞോ? ഇല്ല. അവനെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചത് എങ്ങനെയാ? ഉപദ്രവിച്ചത് എങ്ങനെയാന്ന് ഉൽപ്പത്തി 21-ാം അധ്യായം 9-21 വാക്യങ്ങൾ വായിക്കണം. നമ്മൾ ഉപദ്രവം വിചാരിച്ച അന്നേരം തന്നെ വിചാരിക്കരുത് അടിയിടി അങ്ങനെയാ, ശരീരോദ്രവം എന്നല്ല. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവിടെ ഇസ്മായേലിന് ഒരിക്കലും ഇസ്ഹാക്കിന്റെ നേരെ കൈ വാങ്ങാൻ കഴിയത്തില്ല. എന്നാൽ ഇവൻ പരിഹാസിയായിരുന്നു. അന്ന് അവനെ ഉപദ്രവിച്ചത് സാറയെ പരിഹസിക്കുമായിരുന്നു. അബ്രഹാമിനെ, എന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ പരിഹസിക്കുമായിരുന്നു. 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ പരിഹാസിയായിരുന്നു. 21-ാം വാക്യം. പൈതൽ വളർന്ന് മുലകുടി മാറി. ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമദാസി ഹാഗർ അബ്രഹാം പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമോട് ഈ ദാസിയെയും മകനെയും പരിഹാസം. കുഞ്ഞ് ജനിച്ച് മുമ്പായിട്ട് അമ്മയും മകനെയും കുറിച്ച് പരിഹസിക്കുക, വാക്തത്വ സന്തതി ജനിച്ചതിനെ കുറിച്ച് പരിഹസിക്കുക. ഈ പരിഹാസിനെ കൂടി വന്നപ്പോഴാണ് സാറയ്ക്ക് മനസ്സിന് വിഷമം വന്നത്. പരിഹാസി പുറത്താക്കളെപ്പോൾ വഴക്ക് മാറിക്കൊള്ളും. അതിനു മുമ്പ് വിഷയം എടുത്തിട്ടുള്ളതാണ്. അതിന് ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ ഉപദ്രവം എന്നുള്ളത്, യേശുവിനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത്, അന്നേരം അവര് യേശുവിനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ വാക്ക് കൊണ്ട് യേശുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസം വന്നിട്ട് ഇതുവരെയും ഒരു വാക്കുകൊണ്ട് പോലും ആരും നമ്മളെ ഉപദ്രവിച്ചിട്ടില്ലയോ? എങ്കിൽ നമ്മളിതുവരെയും വെളിപ്പെടുന്നവർ ഉൾപ്പെട്ടില്ല. എന്നാൽ വിശ്വാസിയായതിനു ശേഷമായി നാം പരിഹസിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അത് ഉപദ്രവമാണ്. ക്രിസ്തുയേശുവിൽ
ഭയഭക്തിയോടെ ജീവിക്കുന്നവർ എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. എന്നാൽ ആ 38 വർഷം സൗഖ്യമായി അവരോട് ചേർന്ന അവന് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അവൻ അവരുടെ ഒരു ഭാഗമായി തീർന്നപ്പോൾ, പിറവിയിലെ കൊണ്ടായിരിക്കുന്നവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉപദ്രവിക്കപ്പെട്ടു. അവനെ ആട്ടിപ്പുറത്താക്കി ഇറങ്ങണമെന്ന് പറഞ്ഞു. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കി കളഞ്ഞു. അതുപോലെ ഇന്ന് രാത്രി എത്രയോ പേരെയാണ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന മുഖാന്തരമായി, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിൽക്കുന്ന മുഖാന്തരമായി ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അതെ, ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ അത് മാനസികമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് എത്രയോ പേരെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ ശാരീരികമായി പീഡിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അവര് നായ്ക്കളെ പോലെ, പട്ടിയെ പോലെ മനുഷ്യനെ തല്ലിച്ചതയ്ക്കാറുണ്ട്. നമുക്കറിയാമല്ലോ, സുവിശേഷത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ മുഖാന്തരമായി നഗ്നരാക്കി നടത്തിയിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, കൊന്നുകളയാൻ വേണ്ടി ഘോഷയാത്ര പോലെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഉപദ്രവങ്ങളാണ്. കാരണം കൈകൊണ്ട് ശാരീരിക ഉപദ്രവം ചെയ്യാൻ കഴിയാത്തവരെ മാനസികമായിട്ട് ഉപദ്രവിക്കും. വീടുകളിലൊക്കെ കൂടുതലും സാധാരണ രീതിയിൽ ഭർത്താക്കന്മാർ വിശ്വാസത്തിലല്ല ഭാര്യമാരാണെങ്കിൽ അവർക്ക് ശാരീരിക ഉപദ്രവം ഉണ്ടാകും. ഭാര്യമാർ ഭർത്താവിശ്വാസം, ഭാര്യ അവിശ്വാസിയാണെങ്കിൽ വാക്കുകൊണ്ട് ഉപദ്രവിക്കും. മറ്റുള്ള ബന്ധത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാകാം. കഥാ പറഞ്ഞതുകൊണ്ട് എന്നെക്കാളധികമായി ഇവരെയൊക്കെ സ്നേഹിച്ചാൽ നിനക്ക് എന്റെ ശിഷ്യായിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് അവരോട് ആരും വൈരാഗ്യമോ പിണക്കമോ അവരെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. വിശ്വാസതയും പറയും, നീ എന്റെ മകനല്ല, എന്റെ മകളല്ല, പറഞ്ഞ അപ്പനോ അമ്മയെ ഉപേക്ഷിക്കും. മക്കൾ പറയും, നിങ്ങൾ എന്റെ അപ്പനോ അമ്മയല്ല. ഭർത്താവ് പറയും, നീ എന്റെ ഭാര്യയല്ല. ഭാര്യ പറയും, നീ എന്റെ ഭർത്താവല്ല. അങ്ങനെ നിരവധി കഷ്ടങ്ങളിലൂടെ വേണം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന്. കർത്താവിന്റെ കൃപയാൽ ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രമിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഉത്തരവ് സഹിക്കേണ്ടി വന്നാൽ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നാം അതിൽ അഭിമാനിക്കണം. ദോഷം ചെയ്തിട്ടല്ല, തിന്മ ചെയ്തിട്ടല്ല നാം കഷ്ടം സഹിക്കേണ്ടി വരും. അതെ, നന്മ ചെയ്തിട്ട് ക്രിസ്ത്യാനിയായിട്ട് യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് മതത്തിൽ ചേരുകയല്ല. മതത്തിലേക്കല്ല നമ്മൾ ചേരുന്നത്. യേശുവിനെ അനുസരിക്കുന്ന കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല, നീ എന്റെ മതത്തിൽ ചേരാൻ കർത്താവ് വന്നില്ല. കർത്താവ് മതത്തെയല്ല സ്ഥാപിക്കാൻ വന്നത്, കർത്താവ് സഭയെ സ്ഥാപിക്കാനാണ് വന്നത്. സഭ എന്നുള്ളത് ജനിച്ചു വീഴുന്ന മതസമ്പ്രദായങ്ങളുള്ള പാരമ്പര്യത്തിന്റെ കൂട്ടമല്ല. ജാതികളെന്നും വംശങ്ങളെന്നും ഭാഷകളെന്നും ഗോത്രങ്ങളെന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് ദൈവസഭ. അതൊരു മതമല്ല, അതൊരു കൂട്ടായ്മയാണ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. ജീവയില്ലാത്ത കല്ലുകളെ ജീവനുള്ള ക്രിസ്തുവോട് ഒന്നാക്കി കൂട്ടിച്ചേർത്ത് പണിയപ്പെടുന്ന പ്രവൃത്തിയാണ് സഭ മുഖാന്തരമായി പരിശുദ്ധമാവ് ചെയ്തു വരുന്നത്. ഈ രണ്ട് വ്യത്യാസങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ പഠനത്തിൽ നിന്ന് മനസ്സിലാൻ വിചാരിക്കുന്നു. വാക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത്. ഇവനെ പോലെ സൗഖ്യം കിട്ടിയിട്ട് യഹൂദന്റെ ആ പ്രമാണത്തിനനുസരിച്ച് അവൻ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവന് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അവൻ പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ യേശുവിനെ ഉപദ്രവിച്ചെന്നതിന്റെ അർത്ഥം അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും. അത് വിശദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മ പ്രാപിച്ച് നമുക്കെതിരെ വർത്തമാനം പരത്തുന്നവരുണ്ട്. അവർ മുഖാന്തരമായി ദൈവസഭയ്ക്ക് ഉത്തരവുണ്ടാകാറുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ സ്നേഹമുള്ളവരും സ്നേഹത്തിൽ നിൽക്കേണ്ടവരാണ്. ഇവൻ പോയി അവിടെ പറഞ്ഞു അവർക്കറിയേണ്ടത് ആരായിരുന്നാണ്. അപ്പോൾ ഇത് ആരായിരുന്നു എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ
യേശുവിനെ അവർ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത് നമ്മള് അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെയും ഇസഹാക്കിന്റെ അമ്മയായിരിക്കുന്ന സാറയും ഹാഗറിന്റെ മകനായിരിക്കുന്ന ഇസ്മായേൽ ഉപദ്രവിച്ചതിനെ കുറിച്ച് ഗലാത്യലേഖനത്തിൽ കണ്ടിട്ടുണ്ട്. ഉപദ്രവിച്ചത് എങ്ങനെയാ? പരിഹസിച്ചു. ഈ സാറ കൊച്ചിനെയും കൊണ്ട് നിൽക്കുമ്പോ വായി വരുന്ന എല്ലാം പരിഹസമായിട്ട് വിളിച്ച് പറയുമായിരുന്നു. അത് വഴക്കായി പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ദൈവം ഇടപെട്ടത്, പുറത്താക്കി കളഞ്ഞത്. അപ്പം ദൈവം പുറത്താക്കി കളഞ്ഞോളും കേട്ടോ. പരിഹാസികളെല്ലാം ഒരു ദിവസം പുറത്താക്കി കളയും, ദൈവം പുറത്താക്കി കളയും. എന്നാൽ ദൈവമക്കളെ ദൈവം സ്നേഹിക്കുന്നു. കർത്താവിന് വേണ്ടി നിൽക്കണം. തികഞ്ഞ സ്നേഹം സകല ഭയത്തെയും പുറത്താക്കി കളയുന്നു. ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കൊണ്ട് സാക്ഷ്യം പുലർത്തുവാൻ ആ പിറവിക്കുടനായിരിക്കുന്നവന് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് അറിയാമായിരുന്നു അവൻ സ്നേഹമുള്ളവനാണ്. അവൻ യേശുവിനെ നമസ്കരിപ്പാകെ തന്നു. എന്നാൽ ഈ ദേവാലയത്തിൽ വെച്ച് കണ്ട 38 വർഷം പഴക്കമുണ്ടായിരുന്ന, രോഗമുണ്ടായിരുന്ന, വിടുതൽ കിട്ടാതിരുന്നവൻ യേശു ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിനെ നമസ്കരിച്ചില്ല. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവാത്മാവിന്റെ സ്പർശനമായിട്ടുണ്ടാകണം. ക്രിസ്തു മുഖാന്തരമുള്ള വിടുതലിന്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ യേശുവിനെ നമസ്കരിക്കാൻ കഴിയത്തുള്ളൂ. ഇത് വളരെ വ്യക്തമാക്കി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ യേശുവിനെ കണ്ടപ്പോൾ ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. 30 വർഷം കഴിഞ്ഞ് ഒരു നന്ദി പോലും ശരിക്കും പറഞ്ഞില്ല. അവനോട് കഥ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നു, സൗഖ്യമായത് ശരിയാണ്, നീ പൊയ്ക്കോ, പക്ഷെ ഇനി പാപം ചെയ്യരുത്, പാപം ചെയ്താ നിനക്ക് അധികം തിന്മയായത് ഭവിക്കും എന്ന് പറഞ്ഞു അവനെ വിടുവാൻ എത്തുന്നു. അവൻ യേശുവിനെ നിസ്സാരമായി കണ്ടു. നാൽപ്പറിവിലെ കുടൻ അവൻ യേശുവിനെ യജമാനനായി, അവനെ കർത്താവായി, ദൈവപുത്രനായി ഒരു വെളിപ്പെടുവാൻ എത്തുന്നു. ഇവന് സൗഖ്യം കിട്ടുന്നതിന് മുമ്പ് വരെ ഇവൻ യജമാനൻ എന്നൊക്കെ വിളിച്ച് കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിനെ നിസ്സാരനായി കണക്കാക്കി യഹൂദന്മാരോട് ചേർന്ന് അവൻ രഹസ്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവൻ പോകാൻ കഴിയാത്തത്. തുടർന്ന് അസംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവരിങ്ങനെ പരിഹസിച്ച് ശബത്തിനെ നോക്കാത്തവൻ, അതിനെ അംഗീകരിക്കാത്തവൻ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവനാന്നൊക്കെ പറഞ്ഞ് അവനെ പരിഹസിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. അപ്പം ഓരോ ദിവസം ചെല്ലും തോറും കർത്താവിന്റെ സമയമടുക്കുന്നു. യഹൂദന്മാർ അവനെ പിടിച്ച് റോമൻകാർക്ക് കൈമാറി അവൻ അപമാനിതനായി ക്രൂശിതനായി തീരണമെന്നുള്ളത് മാനവവംശത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി ആയതുകൊണ്ട് അതിലേക്കുള്ള വഴി യേശു കർത്താവ് തുറന്നു കൊടുക്കുകയായിരുന്നു. ആ ക്രൂശിലെ കഷ്ടം സഹിക്കാൻ വേണ്ടി യേശു തന്നെ സാഹചര്യം ഒരുക്കി കൊടുത്തു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവനെ കണ്ട് അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ പോയി പറഞ്ഞ് ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശബത്തിനെ ലംഘിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞാൻ അത് ഉത്തരം പറയാം, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കൊരു പിതാവുണ്ട്, ആ സ്വർഗീയ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പിതാവാം ദൈവം ചെയ്യുന്നത് പോലെ തന്നെയാണ് അവനും ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവൻ ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും അവർ അവനെ കൊല്ലുവാൻ വേണ്ടി ആലോചിച്ചു. അവര്
കൊല്ലാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാർ ചെയ്തു. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ അടയാളം ബേത്സേദ എന്ന കൊലക്കരിയിൽ നടന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അനന്തര ഫലമായിട്ടുണ്ടായത് യേശുവിനെ ഉപദ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ഉപദ്രവിച്ച് അവസാനം അവർ യേശുവിനെ കൊല്ലാൻ വേണ്ടിയുള്ള പദ്ധതിയിലേക്ക് കാര്യങ്ങൾ നീക്കം തുടങ്ങി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യേശുവിനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകും. അപ്പോൾ ആ യേശുവിനെ കൊല്ലണം, യേശു മരിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ആണ് യേശു അടിക്കടി ഈ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് കർത്താവ് മുൻപോട്ട് പോകാൻ കഴിയാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. തുറന്നുള്ള ഭാഗങ്ങൾ കർത്താവിനോട് പറയും. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇവരിങ്ങനെ പ്ലാൻ ചെയ്തപ്പോ കർത്താവ് പറഞ്ഞു, അങ്ങനെ തന്നെയാണ്, പിതാവ് ചെയ്യുന്നതാണ് പുത്രൻ ചെയ്യുന്നത്. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവൻ തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് പറഞ്ഞു, ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ. 38 വർഷം രോഗക്കിടക്കയിലായിരുന്ന അല്ലെങ്കിൽ ആരോഗ്യമില്ലാതിരുന്നവനെ സൗഖ്യമാക്കിയത് കണ്ടപ്പോൾ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു, അത് പിതാവിന്റെ പ്രവൃത്തിയാണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പിതാവിൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് ഇനിയും അധികം കാണിച്ചു തരും, ഇതിലും അധികം ആശ്ചര്യപ്രവർത്തികളെ ചെയ്യും എന്ന് അവരോട് പറയട്ടെ. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും തനിച്ചിരിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു അടുത്തതായി ചെയ്യുന്ന അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷ അവസാനത്തോട് ബന്ധമായി ചെയ്യുന്ന ലാസറിനെ ഉയർപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഉള്ള കാര്യത്തോടൊപ്പം പറഞ്ഞിട്ട് പുനരുത്ഥാനത്തോട് ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് കർത്താവ് തുറന്നവരോട് പറഞ്ഞത്. അതാണ് തുറന്നുള്ള വാക്യം പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താനിച്ചിരിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നു പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പറഞ്ഞു, യേശു കഥ പറഞ്ഞു, നിങ്ങളെല്ലാം പിതാവെന്ന് പറയുന്നുണ്ട്, യഹോവയാം ദൈവം എന്ന് പറയുന്നുണ്ട്, പിതാവാൻ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ദൈവത്തിനെ യഥാർത്ഥമായി വ്യത്യസ്തപ്പെട്ട അഭിഷിക്തനായിരിക്കുന്നവനെ നിങ്ങൾക്ക് മനസ്സായിട്ടില്ല. അവനാരാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവനെ ബഹുമാനിപ്പാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. യേശുവോട് പറയാം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു വിരിക്കുന്നു. പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകെ മാറും വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറുകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. 2 കാര്യങ്ങൾ അവർ പറയുകയാണ്. ഒന്ന്, മരിച്ചവർ ആമേനോട് മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു വിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ആത്മമരണത്തിലുള്ളവന്റെ മരണം മാറി ന്യായവിധിയിൽ നിന്ന് ജീവങ്കിലേക്ക് കടകഥ പറഞ്ഞത്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാക്കാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ നിത്യജീവനായിരിക്കുന്ന നൽകുവാൻ വേണ്ടി ന്യായവിധിയിൽ നിന്ന് ദൈവം വിടിവിച്ച് ആത്മമരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശു വന്നതെന്നും അതിനവന്റെ വചനമാണ് മുഖാന്തരമായിരിക്കുന്നതെന്നും ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ട് പറയുക. അത് മാത്രമല്ല, ഇങ്ങനെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ
ന്യായവിധി രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം കേട്ടില്ലെങ്കിൽ നിത്യനാശമുണ്ടാകും. അങ്ങനെ മരിച്ചു പോകും. അങ്ങനെ മരിച്ചാൽ ഉണ്ടാകുന്നത് ഇപ്പോഴൊന്നും എഴുന്നേറ്റ് വരത്തില്ല. അത് എഴുന്നേറ്റ് വരുന്നത് ഒരു ദിവസം നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കും, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്നുള്ള ആ ശബ്ദം ഒടുക്കത്തെ നാളിൽ കേൾക്കുമ്പോൾ സകല കല്ലറകളിലുമുള്ളവർ ഇന്ന് എന്നെ ത്യജിച്ച് എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല. ഇപ്പോഴത്തെ ആകാശം ഭൂമി കത്തിയപ്പെടുന്നതിന് മുമ്പായുള്ള ഒടുക്കത്തെ നാളിൽ ഒരു പുനരുത്ഥാനമുണ്ടോ? അന്ന് ഈ പറയുന്ന യേശുവിനെ നിഷേധിക്കുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ, ന്യായവിധിയിൽ ശിക്ഷാവിധിയിൽ മരിച്ചു പോകുന്ന, രക്ഷപ്പെടാതെ മരിച്ചു പോകുന്ന എല്ലാവരും പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒടുക്കത്തെ നാളിലാണ് എന്നുള്ളതാണ് കഥാവ് പറയുന്നത്. അതുകൊണ്ട് ആ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ രണ്ടു കൂട്ടരോട് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാൻ നാഴിക വരും. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിച്ച് നിത്യജീവനുള്ള ബന്ധത്തിൽ പറഞ്ഞു. എന്റെ കർത്താവ് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ന്യായവിധിയിൽ നിങ്ങൾ പാപത്തിൽ തന്നെ മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കല്ലറകളിൽ അടക്കപ്പെടും. അത് എന്നാണോ എന്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നത്, ഇന്ന് കേൾക്കുന്നത് ജീവന്റെ ശബ്ദമാണ്. എന്നാൽ അന്ന് ഒടുക്കത്തെ നാളിൽ രക്ഷപ്പെടാതെ പോകുന്നവൻ കേൾക്കാൻ പോകുന്നത് ന്യായവിധിക്കുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. അതെ, പാതാളത്തിലോ നരകത്തിലോ അവര് പാപത്തിനനുസരിച്ച് ഭാവികളെ പാതാളത്തിൽ അധമപാതാളത്തിലും, അതെ കഠിനപാപികളെ നരകമാകുന്ന മരണത്തിലും മരണാന്തരം വയ്ക്കും. അതിനുശേഷമായി അവർ എഴുന്നേറ്റ് വരുന്നത് ഒടുക്കത്തെ നാളിലാണ്. അന്ന് മൂന്ന് കൂട്ടർ കാണും എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി തീർന്നിച്ചാൽ വരും ദിവസം നമുക്ക് കേൾക്കാം. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് കർത്താവിടെ 6-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് അടിസ്ഥാനമിട്ടാണ് പഠിപ്പിച്ചു പോകുന്നത്. നിത്യജീവനുള്ള ബന്ധത്തിൽ, 30 മേനിയുള്ള ബന്ധത്തിൽ അവരാരൊക്കെ ആയിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് ഉള്ള സന്ദേശമാണ് 5-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞത് നമുക്ക് തെളിവായിട്ടുണ്ട്. അതുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിച്ച, ഇപ്പോൾ ശിക്ഷാവധിയില്ലാത്ത ജീവങ്കിലേക്ക് പ്രവേശിച്ച നാം അതിൽ മാത്രം നിൽക്കാനുള്ളവരല്ല, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കാനുള്ളവരല്ല നമ്മൾ. നമ്മുടെ കർത്താവ് വരുമ്പോൾ, കർത്താവിന്റെ മധ്യാകാശം വരുമെങ്കിൽ നാം മരിച്ചുപോയാൽ പുനരുത്ഥാനം പ്രാപിക്കണം, അതല്ലെങ്കിൽ നാം മരിച്ചുകൊണ്ടിരുന്ന പുനരുത്ഥാനം പ്രാപിക്കണം, അതല്ലെങ്കിൽ രൂപാന്തരപ്പെടണം. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വചനം വായിച്ചിട്ട് ഇത് മതി എന്ന് പറഞ്ഞു നിൽക്കാതെ നിത്യജീവൻ എന്ന അധികമായി പ്രാപിപ്പാൻ, നിത്യജീവനെ ധാരാളമായി പ്രാപിപ്പാൻ, തികവിലേക്ക് എത്തുവാനുള്ള സന്ദേശമാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ കഥ വെളിപ്പെടുത്തുന്നത്. അതേക്കുറിച്ചാണ് കഥ പിന്നീട് വെളിപ്പെടുത്തി പരിശുദ്ധ നമുക്ക് ഓർമ്മപ്പെടുത്തി നമ്മെ തികവിലേക്ക് നയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ കണ്ണടയ്ക്കുമ്പോൾ സന്തോഷത്തോടെ പറയാൻ, കഥാവെ നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ഇടയാത്തുന്നു. നേരെ ഹൃദയത്തെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഭാവികളാ സമ്മതിപ്പാൻ ഇടയാക്കി തീർത്തു. ഞങ്ങളുടെ ഹൃദയം മാനസാന്തരപ്പെടുവാനും അങ്ങേ രക്ഷിതാവായി സ്വീകരിപ്പാനും അങ്ങയിൽ വിശ്വസിച്ച് സ്നാനപ്പെടുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഉപദ്രവങ്ങളും വാക്കുകളും ശാപങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ, അതെ ഒരുപാട് പേർ നിന്ദിച്ചപ്പോൾ, നിനക്ക് ഭാവിയിൽ നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ, ഗതിയുണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴും ഉപദ്രവിച്ചപ്പോഴും അങ്ങയുടെ സ്നേഹത്തിൽ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഒരു സാക്ഷ്യമുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. ഞങ്ങൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ തലയോളം വളരുവാനുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധമായി ഞങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താൽ